ഗുഡ് മോർണിംഗ്. അഭിഷേക്, അഭി, ദേവ, കശ്യപ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആവറേജ് ഓഫ് ദി നമ്പേഴ്സ് 10, 11, 12, 13, 14. അപ്പോൾ ഇത്രയും സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കാൻ? ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. നോക്കുക, പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്യുക. പെട്ടെന്നാവട്ടെ. ദ ആവറേജ് ഓഫ് ദി നമ്പേഴ്സ് 10, 11, 12, 13, 14. ഈ സംഖ്യകളുടെ ആവറേജ് എത്രയാണ്? ഉത്തരം ആൻസർ എത്ര? ആൻസർ എത്രയാണ്? 12 ആണ്. 12 ആണ് അല്ലേ? എങ്ങനെ കിട്ടുന്നത്? നമുക്ക് എളുപ്പവഴി യൂസ് ചെയ്യാം. സാധാരണ ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. എന്താ ആവറേജ് കാണണമെങ്കിൽ തുക ബൈ എണ്ണമാണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ 5 സംഖ്യയുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? എണ്ണം കൊണ്ട് അഥവാ 5 കൊണ്ട് ഹരിക്കുക. ഇവിടെ എണ്ണം 5 ആണ്. അപ്പോൾ 60 കിട്ടുന്ന സം എന്ന് പറഞ്ഞാൽ എത്ര? 60 ആയിരിക്കും കിട്ടുന്നത്. കൂട്ടി നോക്കുക. 10, 20, 30, 40, 50, 54, 57, 59, 60. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12 കിട്ടും. അതാണ് 12 കിട്ടിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ ശരാശരി കാണണമെങ്കിൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ്. ഓക്കെ, ഇനി തുകയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ സമ്മ കിട്ടും. സമ്മ കിട്ടണമെങ്കിൽ എണ്ണം ലെഫ്റ്റ് സൈഡിലേക്ക് കളയുക, അപ്പോൾ ഗുണനാവും. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ, ഫോർമുലയേ ഉള്ളൂ ഇതിനകത്ത് നോക്കാനുള്ളത്. പക്ഷേ ഇവിടെ എളുപ്പവഴി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു പ്രത്യേക ഒരു ബന്ധമുള്ളതാണ്. അതായത് അത് സമാന്തര ശ്രേണിയിലാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. ഒരു കോൺസ്റ്റൻ്റ് ഇങ്ങനെ കൂട്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സമാന്തര ശ്രേണിയിലുള്ള ഒരു സംഖ്യകളാണ് നമ്മുടെ സംഖ്യകളെങ്കിൽ, ആവറേജ് കണ്ടുപിടിക്കാനുള്ള സംഖ്യകളെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സംഖ്യകളുടെ മീഡിയനും മീനും സെയിം ആയിരിക്കും. മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം എന്ന് പറയും, മധ്യത്തുള്ള സംഖ്യ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. ഓക്കെ, അപ്പോൾ മീനും മീഡിയനും സെയിം ആയിരിക്കും. ആവറേജും മീഡിയനും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ സിമെട്രിയിൽ തന്നെ കൊടുത്തേക്കുന്നത് 10 ഓർഡറിൽ തന്നെ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മുടെ സംഖ്യകളെ നമ്മുടെ ഒബ്സർവേഷനുകളെ എഴുതുമ്പോൾ അത് ഒരു പ്രത്യേക സമാന്തര ശ്രേണിയിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മീഡിയനും ആവറേജും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഓർഡറിൽ തന്നെ ഉള്ളത്, അസെൻഡിങ് ഓർഡറിലാണ് ഉള്ളത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ തന്നിരിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത സമാന്തര ശ്രേണിയിലാണ്. ഓർഡറിൽ തന്നെ എഴുതി തന്നിരിക്കുകയാണ്, അത് സമാന്തര ശ്രേണിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ എന്നുള്ളത് അതിൻ്റെ മധ്യത്തുള്ള സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ ഈ 5 സംഖ്യയിലുള്ള മധ്യത്തെ സംഖ്യ ഏതാ? അത് 12 ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. എത്ര? 12 എന്ന്. അപ്പോൾ ഉത്തരം മൂന്നാമത്തെ ഉത്തരമാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ 3 ആണ്. പറഞ്ഞത് മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് എളുപ്പവഴി യൂസ് ചെയ്യേണ്ട ചോദ്യമാണ്. ഇനി നമുക്ക് എന്ത് വേണമെന്നില്ല, ഫോർമുല യൂസ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ശ്രദ്ധിക്കണം. സമാന്തര ശ്രേണിയിലാണെങ്കിൽ മാത്രം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ അറേഞ്ച് ചെയ്യണം ആദ്യം തന്നെ. ഇവിടെ പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട, അറേഞ്ച് ചെയ്ത് തന്നേക്കാണ്. അപ്പോൾ നമ്മളൊരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ തന്നിരിക്കുന്ന സംഖ്യകളെ എഴുതിയിട്ട് അത് സമാന്തര ശ്രേണിയിലാണെങ്കിൽ അതിൻ്റെ മീനും മീഡിയനും സെയിം ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, ചോദ്യം. ദ ആവറേജ് വെയ്റ്റ് ഓഫ് 4 പേഴ്സൺസ് ഈസ് 50 kg. എന്താണ്? 4 ആൾക്കാരുടെ ശരാശരി വെയ്റ്റ് എന്നുള്ളത് 50 കിലോഗ്രാമാണ്. ഇഫ് ദ സം ഓഫ് ദി വെയ്റ്റ്സ് ഓഫ് ദി ഫസ്റ്റ് 3 ഓഫ് ദം ഈസ് 140 kg. അതിൽ 3 ആൾക്കാരുടെ വെയ്റ്റ് 140 kg ആണെങ്കിൽ 4ാമത്തെ ആളിൻ്റെ വെയ്റ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. 4ാമത്തെ ആളിൻ്റെ വെയ്റ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, 4ാമത്തെ ആളിൻ്റെ വെയ്റ്റ് ഇവിടെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് നമുക്കിവിടെ വിചാരിക്കുക 4 സംഖ്യകളുണ്ടെന്ന്. എത്ര? 4 സംഖ്യകളല്ലേ? ഓക്കെ, 4 ആൾക്കാരുണ്ട്. അപ്പോൾ 4 ആൾക്കാരുടെ വെയ്റ്റാണ് ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ, 4ാമത്തെ ആൾ. ഈ 4 ആൾക്കാരുടെ ശരാശരി വെയ്റ്റ്, അതായത് ശരാശരി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെയും കൂടെ വെയ്റ്റ് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 50 കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 4 പേരുടെ ശരാശരി വെയ്റ്റാണ്, ആവറേജ് വെയ്റ്റാണ്. അപ്പോൾ 4 പേരുടെ ആവറേജ് വെയ്റ്റ് 50 kg ആണെങ്കിൽ 4 പേരുടെ വെയ്റ്റും കൂടെ കൂട്ടിയാൽ സമ്മ കിട്ടണമെങ്കിൽ നമുക്കറിയാം ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 50 × 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 200 kg ആണ്. അപ്പോൾ 4 പേരുടെ വെയ്റ്റും കൂടെ കൂട്ടിയാൽ, ഈ 4 പേരെയും കൂടെ വെയ്റ്റ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? അത് 200 kg എന്ന് കിട്ടും. 200 kg. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതിൽ 3 ആൾക്കാരുടെ, ആദ്യത്തെ 3 ആൾക്കാരുടെ വെയ്റ്റ് എന്നുള്ളത് എത്രയാണ്? 140 ആണ്. അപ്പോൾ ആദ്യത്തെ 3 ആൾക്കാരുടെ വെയ്റ്റ് 140 ആണ്.
140 അല്ലേ? ഓക്കെ. ആദ്യത്തെ 3 ആൾക്കാരുടെ വെയിറ്റ് എത്ര? 140 ആദ്യത്തെ 3 ആൾക്കാരുടെ വെയിറ്റ് 140 kg ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 3 പേരുടെ കൂട്ടിയാൽ 140 കിട്ടും, 4ാമത്തെ ആളുടെയും കൂടെ കൂട്ടിയാൽ 200 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ആളുടെ വെയിറ്റ് കിട്ടണമെങ്കിൽ ജസ്റ്റ് 200 മൈനസ് എത്ര എടുക്കുക? 140 എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു, കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര? 60 kg ആണ്. 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മൾ ശരാശരിയിൽ നിന്ന് തുക എഴുതുക. ശരാശരിയിൽ നിന്ന് തുക എഴുതാൻ പാടില്ല, ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. അതുപയോഗിച്ചുകൊണ്ട് ബാക്കി എന്താണോ തന്നിരിക്കുന്നത് അതുപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലോജിക്ക് വളരെ എളുപ്പമാണ്. 4 പേരുടെ തുക 200 3 പേരുടെ തുക 140 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ആളുടെ വെയിറ്റ് 140ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 200 കിട്ടും? 60 കൂട്ടിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ 4ാമത്തതാണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.4 × 1.6 ഈസ് ഈക്വൽ ടു 0.4ഉം 1.6ഉം കൂടെ ഗുണിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? എങ്ങനെ ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ അറിയാമല്ലോ. ദശാംശം മാറ്റിയിട്ട് ഗുണിക്കുക, എന്നിട്ട് ദശാംശം കൊടുക്കുക. പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചു, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചില കുട്ടികൾക്ക് ഇത് അറിയില്ല. ഓക്കെ, അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് 0.4ഉം 0.6ഉം കൂടെ ഗുണിക്കാൻ, 1.6ഉം കൂടെ ഗുണിക്കാൻ. എങ്ങനെ ഗുണിക്കുന്നത്? ദശാംശം മാറ്റി ഗുണിക്കുക. നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? ദശാംശ സംഖ്യകളുടെ ഗുണനം. അപ്പോൾ ദശാംശ സംഖ്യകൾ മാറ്റുമ്പോൾ ഇവിടെ സംഖ്യ 4ആണ്. ഇവിടുത്തെ ദശാംശം മാറ്റിയ സംഖ്യ 16ആണ്. അപ്പോൾ 16 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 16 4ഉം കൂടെ ആദ്യം ഗുണിക്കുക. 16 4ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നോക്കുക? 16 × 4 ഗുണിക്കുക. 16 × 4 64 ആണ്. 4 6 24, 2 1 4 1 4, 4 2 6, എത്ര? 64 കിട്ടി. അപ്പോൾ 16 4ഉം കൂടെ ഗുണിച്ച് 64 കിട്ടി. പക്ഷേ ഇവിടെ 16 4ഉം അല്ല, പകരം 0.4ഉം 1.6ഉം ആണ്. അപ്പോൾ ഇനി ദശാംശം കൊടുക്കണം. നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ദശാംശം കൊടുക്കണം. അപ്പോൾ ഗുണിക്കപ്പെട്ട സംഖ്യയുടെ എത്ര ടോട്ടൽ സ്ഥാനം ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഗുണിച്ച സംഖ്യകൾ 0.4 ആണ്. അവിടെ ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനമുണ്ട്. 1.6ന് ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയ്ക്ക് ടോട്ടലി 2 സ്ഥാനം വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഗുണനഫലം കിട്ടിയത് 64ആണ്. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ എന്ത് കിട്ടും? 0.64. ആൻസർ 0.64 എന്നാണ്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ 1 ആണ്. 1ാമത്തെ ഉത്തരമാണ് കറക്റ്റ്. ഇത് മനസ്സിലായി? ആരും കമൻറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞത് മനസ്സിലായ? ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക 0.4ഉം × 1.6ഉം ആണ് ഗുണിക്കുന്നതെങ്കിൽ നമ്മൾ ഇതേ കണക്ക് തന്നെ ദശാംശം മാറ്റിയിട്ട്, ദശാംശം മാറ്റിയാൽ 4, ഇവിടെ ദശാംശം മാറ്റിയാൽ 16. അപ്പോൾ ദശാംശം മാറ്റിയിട്ട് ഗുണിക്കുക. അപ്പോൾ 16 4ഉം കൂടെ ഗുണിച്ചാൽ 64 തന്നെ. 64 തന്നെ. ഡിജിറ്റുകൾ 6 4 വരത്തുള്ളൂ. അപ്പോൾ ഇനി ദശാംശം കൊടുക്കണം പ്രോഡക്റ്റിനകത്ത്. അതിനെന്ത് ചെയ്യണം? ടോട്ടൽ ആദ്യത്തെ സംഖ്യക്കകത്ത് ദശാംശത്തിന് ശേഷം 0.4നകത്ത് ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു സ്ഥാനമുണ്ട്. ഇവിടെ 0.16നകത്ത് ദശാംശത്തിന് ശേഷം 2 സ്ഥാനം. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് ടോട്ടലി 1 + 2 3 സ്ഥാനം വരണം. 3 സ്ഥാനം ടോട്ടലി വരണം. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 0.64 എന്ന് കിട്ടും. അപ്പോൾ 3 സ്ഥാനം വരണമെങ്കിൽ നമ്മൾ ഇടയ്ക്കോട്ട് ഒരു 0 ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.064 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയാൽ ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 1 2 3. മനസ്സിലായത് എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞത് ഇതാണ് ദശാംശ സംഖ്യകൾ ഗുണിക്കുക, ദശാംശം മാറ്റി ഗുണിക്കുക, ദശാംശം അവസാനം ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ ടോട്ടലി 3 സ്ഥാനമാണ്. ഇവിടുത്തെ കേസിൽ 3 സ്ഥാനമാണെങ്കിൽ 3 സ്ഥാനം കൊടുക്കാൻ ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇടയ്ക്കോട്ടൊരു 0 ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് 0.064 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ? ശ്രദ്ധിക്കുക, അതൊക്കെ തെറ്റിക്കരുത്. ഇതൊന്നും തെറ്റിക്കരുത് ആരും. ഇതൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് ചോദ്യം ദ സം ഓഫ് 41.25 ആൻഡ് 8.43. ഇതൊക്കെ തെറ്റിക്കുന്നതാണ് പലരും. അപ്പോൾ ദ സം ഓഫ് 41.25 ആൻഡ് 8.43 ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 41.25ഉം 8.43 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഇതാണ് ചോദ്യം. പെട്ടെന്ന്. വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റ് ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ സ്ഥാനങ്ങൾ തമ്മിലേ കൂട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ 41.25 ആണ്. അപ്പോൾ
പോയിൻ്റ് നടുക്കിട്ടിട്ട് വലത്തോട്ടും ഇടത്തോട്ടും അതിൻ്റെ ഇൻറ്റിജർ പാർട്ടും ഡെസിമൽ പാർട്ടും എഴുതി. അടുത്ത് 8.43 ആണ് കൂട്ടാനുള്ളത്. അപ്പോൾ പ്ലസ് എടുത്തു. നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്യുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ പോയിൻ്റ് ഈ ആദ്യം എഴുതിയ സംഖ്യയുടെ നേരെ തന്നെ അടുത്ത പോയിൻ്റ് ഇടുക. 8.43 പോയിൻ്റ് ഇടുക അതിൻ്റെ നേരെ തന്നെ. ഇനി വലത്തോട്ട് ഇടത്തോട്ട് ഇൻറ്റിജർ പാർട്ട് 8 മാത്രം, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ, 8 മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡെസിമൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 4.3. അതേ കണക്കിന് എഴുതി, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. ഇനി കൂട്ടുക, ഒരേ സ്ഥാനങ്ങളും കൂട്ടുക. നമുക്കറിയാം കൂട്ടുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് കൂട്ടൽ തുടങ്ങുന്നത്. എപ്പോഴും അതെങ്ങനെയാണെങ്കിലും, ദശാംശ സംഖ്യ ആണെങ്കിലും അല്ലാത്ത സംഖ്യ ആണെങ്കിലും കൂട്ടുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന്, കുറയ്ക്കുമ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന്, ഗുണിക്കുമ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന്, അതേസമയം ഹരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കൂട്ടുക. 5 + 3 എത്ര? 8. 4 + 2 എത്ര? 6. 6.68. ഇനി 1 + 8 9 49.68. സാധാരണ കൂട്ടുന്ന കണക്ക് തന്നെ കൂട്ടുക. അപ്പോൾ ഉത്തരം ഒന്നാമത്തെയാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ചോദിക്കാൻ നോക്കിയേ. 9.63 39.63 ആൻഡ് 1.067 ഇത് തമ്മിൽ കൂട്ടി എത്ര കിട്ടും? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. 31.63 1.067 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പോൾ നമ്മൾ സാധാരണ കൂട്ടുന്ന കണക്ക് ശ്രദ്ധിക്കണം, പലർക്കും തെറ്റും. അതുകൊണ്ടാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. 39 ആദ്യം വലിയ സംഖ്യ എഴുതുന്നത് നല്ലതാണ്, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും വലിയ സംഖ്യ തന്നെ ആദ്യം എഴുതുക, കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യ തന്നെ എഴുതണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? പ്ലസ് ആണ്, കൂട്ടാനാണ്. എന്ത് ചെയ്യണം? 1.067 അടുത്ത സംഖ്യ അതാണ്. അപ്പോൾ അടുത്ത സംഖ്യയുടെ പോയിൻ്റ് ആദ്യം എഴുതിയ സംഖ്യയുടെ നേരെ തന്നെ ഇടുക. എന്നിട്ട് ശ്രദ്ധിക്കുക, 1.067 അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 1 മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് 9 താഴെ കൊടുക്കുക. 9 താഴെ, അതാണ് 1 പോയിൻറ്റ് അല്ലേ? 1 പോയിൻറ്റ്. കാരണം 39 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 9ഉം 10ൻ്റെ സ്ഥാനത്തൊക്കെ 3ഉമാണ്. അപ്പോൾ ഒരേ സ്ഥാനങ്ങൾ തമ്മിലാണ് കൂട്ടേണ്ടത്. അപ്പോൾ 1.067 ഇൻറ്റിജർ പാർട്ട് 1 ആണ്, അത് ഒറ്റയുടെ സ്ഥാനത്തൊക്കെ മാത്രമേ ഉള്ളത് 1 ആണ്. അപ്പോൾ 9 താഴെ 1 എഴുതി, കാരണം പോയിൻറ്റിന് നേരെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അതേ കണക്ക് തന്നെ. ഇനി 067 ആണ്. അപ്പോൾ ഡെസിമൽ പാർട്ട് 3 അക്കൗണ്ട് 06 പിന്നെ 7. ഇനി കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ റൈറ്റ് സൈഡിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു 0 കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഡെസിമൽ പാർട്ടിൻ്റെ വലത്തെ സൈഡിൽ 0ന് വിലയില്ല. അപ്പോൾ അവിടെ ഒരു 0 കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. കുറയ്ക്കുമ്പോൾ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ 0 + 7 എന്ന് പറഞ്ഞാൽ എത്ര? 7. കൂട്ടിയപ്പോൾ 7 കിട്ടി അല്ലേ? ഇനി 3 + 6 എത്ര? 9. 6 + 0 എത്ര? 6. അപ്പോൾ 0.67. ഇനി പോയിൻ്റ് അതിന് നേരെ തന്നെ കൊടുത്തു, 0.697. ഇനി 9 + 1 10 ആണ്. അപ്പോൾ 1 ക്യാരി വന്നു, ഇങ്ങോട്ട് പോയി. 1 + 3 4. അപ്പോൾ 40.697. അരുൺ മനസ്സിലായോടാ? ഫായിസെ മനസ്സിലായോ? എന്താണ് തെറ്റിയത്? അരുണിനും ഫായിസിനും മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ദശാംശം നേരെ ഇടുക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇൻറ്റിജർ പാർട്ടും ലെഫ്റ്റ് സൈഡും ഡെസിമൽ പാർട്ടും വെക്കുക. എന്നിട്ട് കൂട്ടുക, സാധാരണ കൂട്ടുന്ന കണക്ക് തന്നെ. ക്യാരി വന്നാൽ ക്യാരി ലെഫ്റ്റ് സൈഡിലേക്ക് കളഞ്ഞ് ചെയ്യുക. പ്രസൂണിന് മനസ്സിലായില്ലെന്നാണോ? പ്രസൂണിന് മനസ്സിലായില്ല ഇല്ലെന്നാണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടി പറയണോ? പ്രസൂൺ പ്രസൂണെ വേണോടാ? ഒന്നുകൂടെ പറയണോ? അതായത് സാധാരണ നമ്മൾ കൂട്ടുന്ന കണക്കടാ, സാധാരണ കൂട്ടുന്ന കണക്ക് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ 2 സംഖ്യ എടുക്കുന്നു. ഇപ്പോൾ നോക്കിയേ, 32.45 എന്ന സംഖ്യയും 932 ഈ സംഖ്യ 0.932 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ദശാംശ സംഖ്യയാണ്. അപ്പോൾ 32.45 ഇൻറ്റിജർ പാർട്ട് 32ഉം ഡെസിമൽ പാർട്ട് 45ഉം ആണ്. 0.932 ഇൻറ്റിജർ പാർട്ട് 0 ആണ്, ഡെസിമൽ പാർട്ട് 932 ആണ്. ഓക്കെ, ഇനി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഒരേ സ്ഥാനങ്ങളുമില്ല കൂട്ടേണ്ടത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നോക്കിയേ, 135ഉം 12 കൂടെ കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ 135 എഴുതിയിട്ട് പ്ലസ് 12 ഇവിടെ അല്ലല്ലോ എഴുതുന്നത്, ഇവിടെയാണ് എഴുതുന്നത്. കാരണം നമുക്കറിയാം 135ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 5ആണ്, 12ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 2 ആണ്. അപ്പോൾ നമ്മൾ 2 ഈ 5ന് താഴെയാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായ പ്രസൂണിന് പറഞ്ഞ കാര്യം മനസ്സിലായ? അപ്പോൾ 2 നമുക്ക് ഇവിടെ വരണം, 2 ഇവിടെ വരണം. ഓക്കെ, 1 ഇതിന് തൊട്ട് താഴെ, 12 ഇങ്ങനെ കൂട്ടുന്നത്. എന്നതുപോലെ ആദ്യം നമ്മൾ വലിയ സംഖ്യ 32.45 എഴുതി, പ്രസൂൺ ശ്രദ്ധിക്കുക. എന്നിട്ട് കൂട്ടാൻ പോവാണ്. അപ്പോൾ അടുത്ത സംഖ്യ എഴുതുമ്പോൾ അടുത്ത സംഖ്യയുടെ പോയിൻ്റ് ഈ ആദ്യം എഴുതിയ സംഖ്യയുടെ നേർക്ക് തന്നെ ഇടുക. ഞാൻ ഒരു വഴി പറഞ്ഞു തരുവാണ്, അപ്പോൾ നേരെ വരും. ഇനി വലത്തോട്ടും ഇടത്തോട്ടും അതിൻ്റെ ഇൻറ്റിജർ പാർട്ടും ഡെസിമൽ പാർട്ടും വെക്കുക. ഇവിടെ ഇൻറ്റിജർ പാർട്ട് 0 ആണ്, അപ്പോൾ 0 കൊടുത്തു.
0 എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ഇൻറ്റിജർ പാർട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ബാക്കിയെല്ലാം 0 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഡെസിമൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 9. പോയിൻറ്റിന് ശേഷം വരുന്ന സംഖ്യ 9 ആണ്. അതിന് ശേഷം വരുന്ന അക്കം 3 ആണ്. അതിന് ശേഷം 2. ഇവിടെ ഇൻറ്റിജർ പാർട്ടിന് ശേഷം 3 സ്ഥാനമുണ്ട്. ഇവിടെ 32.45 ഇൻറ്റിജർ പാർട്ടിന് ശേഷം 2 സ്ഥാനമേ ഉള്ളൂ. ഇനി നമുക്ക് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കി, ഇവിടെ ഒന്നുമില്ലെന്ന് വെച്ചാൽ ഇവിടെ 0 ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ 0 ഉണ്ട്. അപ്പോൾ 0 + 2 2, 5 + 3 8, ഇനി 4 + 9 9 4 കൂടെ കൂട്ടിയാൽ 13 ആണ്. ആ 13ൻ്റെ 3 എഴുതി, ക്യാരി 1 വരും, 1 ഇങ്ങോട്ട് പോയി, കൂട്ടുമ്പോൾ അങ്ങോട്ട് ക്യാരി ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പോയിൻ്റ് നേരെ ഇട്ടു. ഇനി 1 + 2 എത്ര? 3 താത്തിറക്കി 33.382. ഇങ്ങനെയാണ് സാധാരണ കൂട്ടുന്നത്. പ്രസൂൺ ഓക്കെ ആണല്ലോ, അവന് ലെഫ്റ്റ് അടിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ, സമയം കളയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏതാണ്? സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏതാണ്? ഇതാണ് ചോദ്യം. സ്ക്വയർ നമ്പർ അല്ലാത്തത്. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമുക്കറിയാം 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ അല്ലാത്തത്, പൂർണ്ണവർഗമല്ലാത്തത് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം 49 പൂർണ്ണവർഗമാണ്. കാരണം 49ൻ്റെ റൂട്ട് എടുക്കാൻ പറ്റും. എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എടുക്കുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ കിട്ടണം, പൂർണ്ണ ഇൻറ്റിജർ കിട്ടണം. അപ്പോൾ 49 7ൻ്റെ സ്ക്വയറാണ് 49. 49ൻ്റെ റൂട്ട് എടുത്താൽ 7 കിട്ടുകയും ചെയ്യും. അപ്പോൾ 49 സ്ക്വയർ നമ്പറാണ്, പെർഫെക്റ്റ് സ്ക്വയറാണ്. 64 8ൻ്റെ സ്ക്വയറാണ് 64. അപ്പോൾ 64 സ്ക്വയർ നമ്പറാണ്, അഥവാ 64 പെർഫെക്റ്റ് സ്ക്വയറാണ്. അതിൻ്റെ റൂട്ട് എടുത്താൽ 8 കിട്ടും. ഇനി 100 നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് 1 തൊട്ട് 10 വരെൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയറും അറിയാം, അതിൻ്റെ റൂട്ടും അറിയാം. ഓക്കെ, സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷനാണ് സ്ക്വയർ റൂട്ട്. അപ്പോൾ 10ൻ്റെ സ്ക്വയറാണ് 100, 100ൻ്റെ റൂട്ടാണ് 10. അപ്പോൾ ഈ 3 സംഖ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 1000 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്താ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെന്ന് പറയാൻ കാരണം ഒരേപോലെയുള്ള 2 സംഖ്യകൾ ഗുണിച്ചാൽ 1000 കിട്ടണം. അങ്ങനെ 1000 കിട്ടാൻ പറ്റത്തില്ല. കാരണം 1000-നകത്ത് 1 ഇട്ടിട്ട് 3 0 ഉണ്ട്. അപ്പോൾ 1 ഇട്ടിട്ട് 3 0 ഉണ്ടെങ്കിൽ നമുക്ക് 10ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 100 വരത്തുള്ളൂ. അപ്പോൾ 10ഉം 10ഉം, അപ്പോൾ 100 പെർഫെക്റ്റ് സ്ക്വയറാണ്. ഒരേപോലെയുള്ള 10ഉം 10ഉം ഗുണിച്ചാൽ 100 കിട്ടും. അപ്പോൾ 1000 കിട്ടണമെങ്കിൽ ഒരേപോലെയുള്ള 2 സംഖ്യ ഗുണിക്കാൻ പറ്റില്ല. അപ്പോൾ 1000 എന്നുള്ളത് എന്താണില്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ 3 സംഖ്യ എന്താണ്, പെർഫെക്റ്റ് സ്ക്വയറാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളെ ഇങ്ങനെ വരുത്തുള്ളൂ. അപ്പോൾ എന്താ, ഇത് കണ്ടുപിടിക്കാനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ കണ്ടുപിടിക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉത്തരം എന്താണ്, ആൻസർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഓക്കെ, ബാക്കി എല്ലാത്തിൻ്റെയും റൂട്ട് എടുത്താൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടും. 49ൻ്റെ റൂട്ട് 7 ആണ്, 64ൻ്റെ റൂട്ട് 8 ആണ്, 100ൻ്റെ റൂട്ട് 10 ആണ്. 1000ൻ്റെ റൂട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇൻറ്റിജർ അല്ല കിട്ടുന്നത്. ഓക്കെ, ഇൻറ്റിജറായിട്ടുള്ള സംഖ്യ അല്ല കിട്ടുന്നത്. എപ്പോഴും ഒരു അവസാനം 0-ൽ അവസാനിക്കുന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ, ഉദാഹരണം അതിൻ്റെ 0-ൻ്റെ എണ്ണം ഇരട്ട സംഖ്യ ഉണ്ടായിരിക്കണം, ഇരട്ട എണ്ണമായിരിക്കണം. അതായത് ഇവിടെ 100-നകത്ത് 1 ഇട്ടിട്ട് 2 0 ഉണ്ട്, അതുകൊണ്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇനി 10,000-നകത്ത് 1 ഇട്ടിട്ട് 4 0 ഉണ്ട്, അപ്പോൾ 0-ൻ്റെ എണ്ണം 4 ആണ്, ഇരട്ടയാണ്, അതുകൊണ്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേ 1 ഇട്ടിട്ട് 6 0, 1 ഇട്ടിട്ട് 6 0 ഇത്ര 10 ലക്ഷം. 6 0 ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം. അപ്പോൾ 1 ഇട്ടിട്ട് 6 0, അപ്പോൾ ഇവിടെ 0-ൻ്റെ എണ്ണം 6 ആണ്, അതുകൊണ്ട് ആ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അവസാനം 0 വരുന്ന സംഖ്യയുടെ പ്രത്യേകത, അത് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ അതിൻ്റെ 0-ൻ്റെ എണ്ണം ഇരട്ടയായിരിക്കണം, ഇരട്ട. അതേസമയം 1000-ൻ്റെ 0-ൻ്റെ എണ്ണം 3 ആണ്, അതുകൊണ്ട് ഒരിക്കലും എന്തായിരിക്കില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആകത്തില്ല. ഇനി നോക്കിയാൽ 1 ഇട്ടിട്ട് 5 0 ഉണ്ടെന്ന് വിചാരിക്കുക, 1 ലക്ഷം. 1 ഇട്ടിട്ട് 5 0, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആകത്തില്ല. കാരണം ഇവിടെ എത്ര, 5 0 ഉള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? പറഞ്ഞത് മനസ്സിലായോടാ? യെസ് ഓർ നോ? ഞാൻ കാർഡ് കയറിപ്പോയില്ല. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ആർമി GDയുടെ എക്സാമിനെ സംബന്ധിച്ച് അത്രത്തോളം പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന്. 64. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1000 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 2-ാമത്തെയാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമയം കളയുന്നില്ല. ദ സ്ക്വയർ റൂട്ട് ഓഫ് 81. ചെറിയ സംഖ്യയുടെ റൂട്ടൊക്കെ ചോദിക്കാറുള്ളൂ. ആർമി GDയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 81ൻ്റെ റൂട്ട് എത്രയാണ്? പെട്ടെന്ന് ആവട്ടെ ഉത്തരം. 81ൻ്റെ റൂട്ട് ഒന്നും പറയാനില്ല. 81ൻ്റെ റൂട്ട് നമുക്കറിയാം 9ൻ്റെ സ്ക്വയറാണ്. 9ൻ്റെ സ്ക്വയറാണ് 81. അപ്പോൾ 81ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ 81ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ, സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരേപോലെയുള്ള 2 സംഖ്യകൾ ഗുണിച്ചാൽ ഒരു സംഖ്യ പുറത്തെടുക്കാനാണ്. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലെയുള്ള ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ 81 കിട്ടും? നമുക്കറിയാം അത്.
9 × 9 ആണ് 81. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 × 9 ആണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് ഒരേപോലെയുള്ള സംഖ്യ ഉണ്ടെങ്കിൽ ഒരെണ്ണം പുറത്തെടുക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ എത്ര? 9 ആണ്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചും ചിന്തിക്കാം. അതായത് നമുക്ക് 81ൻ്റെ റൂട്ട് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ 81ൻ്റെ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനകത്ത് 3 കൂടെ ഗുണിച്ചാൽ 9 കിട്ടത്തുള്ളൂ. തിരിച്ച് ഗുണിച്ച് നോക്കിയാൽ മതി. ഈ ഓപ്ഷൻ ഇട്ട് ഒന്നും കൂടെ ഇട്ട് ഗുണിച്ച് നോക്കിയാൽ 81 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇനി 9 × 9 81 ആണ് ഓൾറെഡി. അപ്പോൾ അത് റൂട്ട് അതാണ്. ഓക്കെ, 8 × 8 ആണെങ്കിൽ 64 കിട്ടത്തുള്ളൂ. 1 × 1 1 ആണ്. അപ്പോൾ ഉത്തരം ഓൾറെഡി അറിയാം. ഇതൊന്നും പാടില്ല, 2 ആണ്. ഇനി വലിയ ചോദ്യങ്ങൾ വന്നാൽ ആ രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറയുകയാണ്. ഓക്കെ, 729 എടുക്കാം. 729ൻ്റെ റൂട്ട് ഇത്രയും വലുതൊന്നും ചോദിക്കത്തില്ല, ഞാൻ പറയുകയാണ്. 729ൻ്റെ റൂട്ട് എത്ര? അപ്പോൾ ഓപ്ഷനകത്ത് ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 27 ഇങ്ങനെ കൊടുത്തേക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ റൂട്ട്? അപ്പോൾ നമ്മൾ സാധാരണ റൂട്ട് എടുക്കുന്ന കണക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. 25 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടണം? 729 കിട്ടണം. എന്തായാലും 25 കൂടെ ഗുണിച്ചാൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് 5 കിട്ടത്തുള്ളൂ, 9 കിട്ടത്തില്ല. അപ്പോൾ അതല്ല ഉത്തരം. ഇനി 20 കൂടെ ഗുണിച്ചാൽ നമുക്ക് 400 അറിയാം. അപ്പോൾ ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 0. ഇവിടെ 729 ഒറ്റയുടെ സ്ഥാനത്ത് 9 ആണ്. അപ്പോൾ അത് വരുത്തില്ല. അടുത്ത 24 × 24 അത് ഗുണിച്ചാൽ നമുക്ക് അത് എത്രയാണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ 24 കൂടെ ഗുണിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഗുണിച്ച് കണ്ടുപിടിക്കണ്ട. 24 കൂടെ ഗുണിച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് 4 16 6. ഇവിടെ നമുക്ക് 729 കിട്ടുന്നത്. അപ്പോൾ അതല്ല. അപ്പോൾ 27 × 27 എത്ര? ഒറ്റയുടെ സ്ഥാനത്ത് 9 കിട്ടും. അപ്പോൾ അതായിരിക്കും സാധ്യത. ചെക്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ ഉത്തരം എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. അപ്പോൾ നേരെ തിരിച്ച് ഓപ്ഷൻ നോക്കിയിട്ട് അതേപോലെയുള്ള ഒരു സംഖ്യയുടെ ഗുണിച്ചാൽ ആ തന്നിരിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ 9 കൂടെ ഗുണിച്ചാൽ 81 കിട്ടണം. അതുകൊണ്ടാണ് പുറത്തേക്ക് എടുക്കുമ്പോൾ 81ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ 9 കിട്ടുന്നത്. ഇത് വലിയ ചോദ്യങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പോൾ വലിയ ചോദ്യങ്ങൾ കണ്ടാൽ അങ്ങനെ ചെയ്യാം. വലിയ സംഖ്യകളുടെ റൂട്ടാണ് ചോദിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതേ കണക്ക് തന്നെ. അപ്പോൾ 25 കൂടെ ഗുണിച്ചാൽ ഗുണിച്ച് സമയം കളയണ്ട. ലാസ്റ്റ് ഡേറ്റ് 5 വരത്തുള്ളൂ. അപ്പോൾ 25 അല്ല, 729ൻ്റെ റൂട്ട് 25 അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായോടാ പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 58 34 19 5,83,419 is divisible by which of the following number? താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യകൾ കൊണ്ടാണ് തന്നിരിക്കുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ 2 കൊണ്ട് ഈ സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. കാരണം അവസാന തക്കം 0 2 4 6 8 ആണെങ്കിൽ ആ സംഖ്യ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സംഖ്യ 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ആകണം. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 3 കൊണ്ട് ചെക്ക് ചെയ്യണ്ട. 4 കൊണ്ട് പറ്റണമെങ്കിൽ അല്ലേ? 4 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ 2 അക്കം 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? 19 ആണ് അവസാനത്തെ 2 അക്കം, അത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അല്ലെങ്കിൽ തന്നെ അറിയാം 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും 9 വരത്തില്ല. അങ്ങനെ അറിയാമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാനുള്ള കണ്ടീഷൻ ആ സംഖ്യയെ 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം, 3 കൊണ്ടും പറ്റണം. എങ്കിൽ മാത്രമേ ആ സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം, 3 കൊണ്ട്. ഓൾറെഡി നമുക്ക് കണ്ടു ഈ സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് എത്ര കൊണ്ടും പറ്റത്തില്ല? 6 കൊണ്ടും പറ്റത്തില്ല. ഓക്കെ, 2 കൊണ്ടും 3 കൊണ്ടും പറ്റിയാൽ മാത്രമേ 6 കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എന്താ? 3 കൊണ്ട് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ എന്താ? അതിൻ്റെ അക്കങ്ങളുടെ തുക 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ സമ്മ് 3 6 9 ആയിരിക്കണം. അപ്പോൾ കൂട്ടി നോക്കുക. അപ്പോൾ ഡിജിറ്റൽ സമ്മാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇഷ്ടമുള്ള കണക്ക് നിങ്ങൾ എങ്ങനെ പഠിച്ചേക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ 5 + 2 8 13 13 + 3 16 16 + 4 20 20 + 1 21 21 + 9 എത്ര? 30 കിട്ടി. അപ്പോൾ ഇതിൻ്റെ അക്കങ്ങളുടെ തുക 30 ആണ്, അഥവാ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അഥവാ ഡിജിറ്റൽ സമ്മാണ്, ഡിജിറ്റൽ റൂട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങളിത് കൂട്ടിയിട്ട് അതിനെ ഒറ്റ അക്കമാക്കി മാറ്റണം. അതിനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 9 ഉണ്ടെങ്കിൽ അതിനെ പിന്നെ കൂട്ടാൻ എടുക്കണ്ട. കാരണം 9 കൂട്ടിയാലും വീണ്ടും അത് കൂട്ടിയാൽ 9 വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ റൂട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 9 അങ്ങ് മാറ്റുക. നീ 9 ഇനി കൂട്ടാൻ എടുക്കണ്ട. നീ 8 ഒന്നും കൂടെ കൂട്ടിയാൽ 9 കിട്ടും, ആ 9 അങ്ങ് മാറ്റുക, കൂട്ടാൻ എടുക്കണ്ട. ഇനി 5 4 കൂടെ കൂട്ടിയാൽ 9 കിട്ടും, അത് കൂട്ടാൻ എടുക്കണ്ട. അപ്പോൾ എത്ര കിട്ടുന്ന ബാക്കി തുക?
3 അപ്പോൾ ഈ സംഖ്യകൾ 3 ഈ 5 അക്കം കൂടെ കൂട്ടിയാൽ 6 അക്കം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്ന തുക ഓൾറെഡി 3 3ൻ്റെ ഡിജിറ്റൽ സം 3 + 0 3 അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് പറഞ്ഞ് 9കൾ കൂട്ടാൻ എടുക്കണ്ട. അപ്പോൾ 9കൾ കൂട്ടാതെ ബാക്കി ബാലൻസ് വെച്ചപ്പോഴും എത്ര തന്നെ കിട്ടിയത്? 3 കിട്ടിയത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നോക്കുക, ഒന്നുകിൽ മൊത്തം കൂടെ കൂട്ടിയിട്ട് തുക 30 എന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഡിജിറ്റൽ സം കണ്ടുപിടിച്ചിട്ട് നോക്കുക. എങ്ങനെയാണെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അഥവാ അതിൻ്റെ ഡിജിറ്റൽ സം 3, 6, 9 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഡിജിറ്റൽ സം കിട്ടുന്നത് 3 ഓക്കെ. അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കുക. അപ്പോൾ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ ഉത്തരമാണ് കറക്റ്റ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ദ റേഷ്യോ ഈക്വലൻ ടു 10:50. 10:15ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള റേഷ്യോ ഇതാണ് 10. അപ്പോൾ 10:15 ചെറുതാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നറിയാം 10:15 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. പെട്ടെന്ന് വേണ്ടി ചെയ്യുക. 10:15 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 10/15 10/15 ഈസ്റ്റ് എന്ന് വെച്ചാൽ ഡിവിഷനാണല്ലോ. A/B എന്ന് പറഞ്ഞാൽ A/B ആണ്. അപ്പോൾ ഡിവിഷനാണ്. അപ്പോൾ വെട്ടിക്കളയാം. 5 വെട്ടി 2 5 10 3 5 15. അപ്പോൾ ഇതിനെ ചെറുതാക്കിയാൽ എന്ത് കിട്ടും? 2:3. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. വളരെ എളുപ്പമാണ്, സമയം കളയണ്ട. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B invested in a business and earned some profit which they divided in the ratio 4:5. Which was the ratio of the sums A and B respectively invested? If A invested ₹20,000, the amount invested by B was. എങ്കിൽ B ഇൻവെസ്റ്റ് ചെയ്ത തുക എത്രയാണ്? ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക, ഇച്ചിരി വലിയ ചോദ്യമാണ്. അപ്പോൾ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എയും ബിയും ഒരു ബിസിനസ്സിലേക്ക് ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. അവർക്ക് കുറച്ചു തുക പ്രോഫിറ്റായിട്ട് ലാഭമായിട്ട് കിട്ടുന്നു. അവർ ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 4:5 അതായത് ആകെ 9 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ 4 രൂപ ആർക്ക് കൊടുക്കും? ആദ്യത്തെ എക്ക് കൊടുക്കും, 5 രൂപ ബി എടുക്കും. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 4:5 എന്ന് പറഞ്ഞാൽ. ചോദ്യം വിച്ച് വാസ് ദി റേഷ്യോ ഓഫ് ദി സംസ് ഓഫ് എ ആൻഡ് ബി ഓക്കെ റെസ്പെക്റ്റീവ്ലി ഇൻവെസ്റ്റഡ്. ഓക്കെ. ഇഫ് എ ഇൻവെസ്റ്റഡ് ₹20,000 എങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് എ ഇടുന്ന തുക 20,000 രൂപയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബി ഇൻവെസ്റ്റ് ചെയ്ത തുക എത്രയാണ്? ഇതാണ് ചോദ്യം. ചെയ്തോളൂ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതായത് നമുക്കിവിടെ ഒരു പോയിന്റ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ്. ഓക്കെ. ഇത് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 4:5 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു തുക ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കൊടുക്കുന്ന ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാണോ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ അതേ റേഷ്യോ തന്നെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ചെയ്ത റേഷ്യോയും ഏത് റേഷ്യോ തന്നെ ആയിരിക്കും? 4:5 തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ പോയിന്റ്. അത്രയും മനസ്സിലാക്കിയത്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതായത് എ ഇൻവെസ്റ്റ് ചെയ്ത് 20,000 രൂപയാണെങ്കിൽ ബി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് 4:5 ആണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് 4:5 എന്ന റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇവരിട്ട തുകയ്ക്കനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 4:5 എന്ന അംശബന്ധത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു എ ഇൻവെസ്റ്റ് ചെയ്ത് 20,000 ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് 4:5 ആണെങ്കിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഏത് റേഷ്യോ തന്നെ ആയിരിക്കും? 4:5 എന്ന റേഷ്യോയിലായിരിക്കും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം എത്രയാണോ അതേ റേഷ്യോയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? യെസ് ഓർ നോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഏത് റേഷ്യോ തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നു എ ഇൻവെസ്റ്റ് ചെയ്ത എത്ര റേഷ്യോയിലാണ്? ഇട്ട തുക 20,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഇതാണെങ്കിൽ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് എ നടത്തിയത് 4x ആണെങ്കിൽ ബി നടത്തുന്നത് 5x ആണ്. അപ്പോൾ ഇവിടെ 4x എന്നുള്ളത് തന്നിട്ടുണ്ട്. 4x എന്നുള്ളത് തന്നിട്ടുണ്ട് എത്ര? 20,000. അങ്ങനെയാണെങ്കിൽ വെട്ടിക്കളഞ്ഞ റേഷ്യോ എടുക്കുമ്പോൾ വെട്ടിക്കളഞ്ഞ മൾട്ടിപ്ലയർ x എന്നുള്ളത് 20,000 എത്ര? 20,000/4 ആണ്. എന്ന് വെച്ചാൽ എത്ര കിട്ടും? 5,000. വളരെ എളുപ്പമാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ. 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ 5x എന്നുള്ളത് 5x ആണ് ആര് ഷെയർ ചെയ്യുന്നത്? ബി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 5x = 5 × 5,000 5 × 5,000 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 25,000. അപ്പോൾ ബി ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോ ആണ്? 27. ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമല്ല, കാരണം ഇത് 20,000 ആണെങ്കിൽ മറ്റേ 25,000. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ എത്ര കിട്ടും? 4:5. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പോൾ ഉത്തരം ഏതാണ്? 4:5. 5 3 അല്ല 25,000 ആണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ?
അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ചെയ്യുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നതും ഏത് റേഷ്യോയിൽ തന്നെ ആയിരിക്കും? 4:5 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇയാൾ ഇട്ടത് 20,000 ആണെങ്കിൽ മറ്റേ ആൾ ഇട്ടത് എത്ര? മറ്റേ ആൾ ഇട്ടത് നമുക്ക് 4:5 റേഷ്യോ വരേണ്ടത്. അപ്പോൾ അത് എത്ര ആയിരിക്കും? 25,000 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ ഫായിസിന്? ഫായിസ്, ബാക്കിയുള്ളവർ ആരും ഒന്ന് കമൻറ്റ് ചെയ്താൽ പറഞ്ഞ കാര്യം മനസ്സിലായോ? ചോദിച്ചിരി വലിയ ചോദ്യമായിട്ട് ചോദിക്കുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായോ? പ്രോഫിറ്റ് ഷെയർ ഉണ്ട് ഏത് റേഷ്യോയിൽ? 4:5. അങ്ങനെയാണെങ്കിൽ അതേ റേഷ്യോയിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 4x ആണെങ്കിൽ ബി കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 5x ആണ്. അത് ഇതേണക്കന്നെ ഇതേ കാര്യത്തിൽ തന്നെയാണ് ഇവരുടെ പ്രോഫിറ്റും കൊടുക്കുന്നത്. കിട്ടിയ പ്രോഫിറ്റ് 4:5 എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 4:5 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ 4x 20,000 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കണം. അതാണ് 20,000/4 5,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി ഷെയർ ചെയ്തിരിക്കുന്ന ബി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന തുക എന്നുള്ളത് 5x ആയിരിക്കും. അതായത് 5 × 5,000 ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 25,000. മനസ്സിലായോടാ? കമൻറ്റ് ചെയ്യ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ, പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റിൻ്റെ റേഷ്യോയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ റേഷ്യോയും സെയിം ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എത്ര? 4:5 ആണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുക, ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടൊന്നുമില്ല, എ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ തുക ഉണ്ട് 20,000 എങ്കിൽ ബി ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുക എത്ര? അപ്പോൾ എ 20,000 ആണെങ്കിൽ മറ്റേ ആൾ 25,000 ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫായിസ് ഓക്കെ ആണല്ലോടാ? ഫായിസിന് മനസ്സിലായോ? ഫായിസ് ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ചോദ്യം വലുതാണ്. ഇത് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചോദ്യമാണ്, വലിയ ചോദ്യമൊന്നുമല്ല. ചോദ്യം: എ ട്രെയിൻ കവേഴ്സ് 51 കിലോമീറ്റർ ഇൻ 3 hours. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ട്രെയിൻ ഇൻ 5 hours. ഒരു ട്രെയിന് 3 മണിക്കൂർ കൊണ്ട് 51 കിലോമീറ്റർ സഞ്ചരിക്കും എങ്കിലാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? പെട്ടെന്നാവട്ടെ. അപ്പോൾ നമുക്കിവിടെ ഫോർമുലയൊന്നും യൂസ് ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ 3 മണിക്കൂറിൽ 51 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, 3 മണിക്കൂർ കൊണ്ട് ട്രെയിൻ സഞ്ചരിക്കുന്നത് 51 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് കിട്ടണമെങ്കിൽ ഈ 3 റൈറ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കളയുമ്പോൾ അത് അടിയിലേക്ക് പോകും. 51/3 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് ഈ ട്രെയിൻ 1 മണിക്കൂറിൽ 51/3 നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ 27 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 27 കിലോമീറ്റർ എന്ന് കിട്ടും 1 മണിക്കൂർ. ഇതിനെയാണ് വേഗത എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് 3 മണിക്കൂറിൽ 51 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 മണിക്കൂറിൽ എത്ര ദൂരം. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ 3 മണിക്കൂറിൽ 51 കിലോമീറ്റർ എന്ന് കിട്ടി. അതിൽ നിന്ന് 1 മണിക്കൂറിൽ എത്ര എന്ന് കണ്ടുപിടിച്ചു. അത് കിട്ടണമെങ്കിൽ 3 റൈറ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അടിയിലേക്ക് വന്നു. ഇനി നമുക്ക് 5 മണിക്കൂറിൽ എത്ര സഞ്ചരിച്ചു എന്നാണ് വേണ്ടത്, എത്ര ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 5 എന്നാക്കുക. അപ്പോൾ 5 മണിക്കൂറാവും. ഇപ്പോൾ ഇവിടെ 5 കിട്ടണമെങ്കിൽ ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഗുണിച്ചാൽ റൈറ്റ് സൈഡിലും ഗുണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5 മണിക്കൂറിൽ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. 51/3 ഇൻറ്റു എത്ര? 5, അത്രയും കിലോമീറ്റർ. നമുക്ക് 3ഉം 51 വിട്ടാൽ 17 ഓക്കെ സോറി. അപ്പോൾ 3 21 കിട്ടി, 7 3 21. അപ്പോൾ 17 × 5 85 കിലോമീറ്റർ. 85 കിലോമീറ്റർ. ഓപ്ഷൻ 3 ആണ്. 27 അല്ല 17, സോറി. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. മനസ്സിലായ? സംശയം ഉണ്ട് ആർക്കെങ്കിലും? 3 മണിക്കൂറിൽ 51 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര? 51/3 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിൽ എത്ര? 5 കൊണ്ട് 2 സൈഡിലും ഗുണിക്കുക. 51/3 ഇൻറ്റു 5. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് കമൻറ്റ് ചെയ്യും. മനസ്സിലായോ? യെസ് ഓർ നോ? ഈ ടൈപ്പ് ചോദ്യം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്ററി മെത്തേഡ് പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ള രീതിയിൽ എഴുതിയ അങ്ങനെ ആയാലും ഓക്കെ. ക്ലിയർ? അപ്പോൾ 3 മണിക്കൂറിൽ 51 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ 51/3 അഥവാ 17 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 1 മണിക്കൂറിൽ 17 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂറിൽ 17 × 5 85 കിലോമീറ്റർ. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കുലർ ഗ്രൗണ്ട് ഈസ് 35 meter, then find the circumference of the ground. ഒരു സർക്കുലർ ഗ്രൗണ്ടിൻ്റെ റേഡിയസ് 35 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ്, അതിൻ്റെ ചുറ്റളവ്, അതിൻ്റെ പെരിമീറ്റർ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററിനെ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻസ്. വൃത്തപരിധി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ വൃത്തപരിധി എത്ര കണ്ടുപിടിക്കാനുള്ള ഫോർമുല, വൃത്തപരിധി കാണാനുള്ള ഫോർമുല, റേഡിയസ് r ആണെങ്കിൽ വൃത്തപരിധി = സർക്കംഫറൻസ് = 2πr ആണ്. അപ്പോൾ ഫോർമുല പഠിച്ചാൽ മതി. റേഡിയസ് r ആണെങ്കിൽ
റേഡിയസ് ആർ ആണെങ്കിൽ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. റേഡിയസ് ആർ ആണെങ്കിൽ സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയുടെ വില 22/7 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 22/7 × R എന്ന് പറഞ്ഞാൽ 35 ആണ്. 7 35 വെട്ടി 7 35 ഗുണിക്കുക. 5 2 കൂടെ ഗുണിച്ചാൽ 10. 10 × 22 എത്ര? 220 മീറ്റർ. 220 മീറ്റർ. ഓപ്ഷൻ 4 ആണ്. വെരി ഗുഡ് അച്ചു. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഫോർമുല ക്ലിയർ ആകുക. മെൻസുറേഷൻ്റെ ചോദ്യം ഡയറക്റ്റ് ഫോർമുല വെച്ചുള്ള ചോദ്യമായിരിക്കും. വേറെ ഇൻഡയറക്റ്റ് ചോദ്യമൊന്നും ഇല്ല അതിനകത്ത്. ഡയറക്റ്റ് ഫോർമുല പഠിക്കുക ചെയ്യുക. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ട് ഏരിയ, അല്ലെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ ഏരിയ പെരിമീറ്റർ, റോംബസിൻ്റെ ഡയഗണൽ തന്നിട്ടുള്ള ഏരിയ, അങ്ങനെയുള്ള ഫോർമുലാസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/3 ഓഫ് എ നമ്പർ ആഡഡ് ടു 1/2 ഓഫ് ഇറ്റ് സെൽഫ് ഗൂസ് 50. ഓക്കെ, ഒരു നമ്പറിൻ്റെ 1/3 കൂടി അതിൻ്റെ 1/2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. എങ്കിൽ സംഖ്യ എത്ര ആണ്? അപ്പോൾ ഒരു സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ, എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്ന് വിളിക്കുക. ഒരു സംഖ്യയുടെ 1/3. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 1/3, അപ്പോൾ 1/3 × x, അതാണ് 1/3. ഒരു സംഖ്യയുടെ 1/3 എന്ന് വെച്ചാൽ 1/3 × x എന്നാണ്. ആഡഡ് ടു 1/2. 1/2 എന്ന് വെച്ചാൽ 1/2 ആണ്. ഹാഫ് ആണ് 1/2. 1/2 എന്ന് വെച്ചാൽ 1/2 പകുതി. അപ്പോൾ 1/2 ഓഫ് ഇറ്റ് സെൽഫ്, അതേ നമ്പറിൻ്റെ 1/2 കൂടി 1/2 ഓഫ് ഇറ്റ് സെൽഫ്, അതേ നമ്പറിൻ്റെ 1/2 കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. അതായത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 1/3 × x പ്ലസ് 1/2 × x = എത്ര? 50 ആണ്. 1/3 × x എന്ന് പറഞ്ഞാൽ x/3 ആണ് അല്ലേ? ഇവിടെ വെട്ടാനൊന്നുമില്ലല്ലോ. x/3 പ്ലസ് 1/2 ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/2 × x ആണ്. അപ്പോൾ x/2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 50. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായോ? ഒരു നമ്പറിൻ്റെ 1/3 എന്ന് വെച്ചാൽ 1/3 × x എന്ന് വെച്ചാൽ x/3. 1/3 × x എന്ന് വെച്ചാൽ x/3. ഒരു സംഖ്യയുടെ 1/2 എന്ന് വെച്ചാൽ 1/2 × x എന്നാണ്. അപ്പോൾ x/2. 1/2 x എന്ന് വെച്ചാൽ x/2. അപ്പോൾ 1/3 ഒരു നമ്പറിൻ്റെ 1/3 കൂടി അതിൻ്റെ തന്നെ 1/2 കൂട്ടിയപ്പോൾ, അപ്പോൾ x/3 പ്ലസ് x/2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. ഇതാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നീ കമൻറ്റ് ചെയ്യടാ. പറഞ്ഞത് മനസ്സിലായോ? യെസ് ഓർ നോ? ഒരു നമ്പറിൻ്റെ 1/3, അപ്പോൾ 1/3 × x, x/3. ഒരു നമ്പറിൻ്റെ 1/2, 1/2 × x എന്ന് വെച്ചാൽ x/2. അത് തമ്മിൽ കൂട്ടിയപ്പോൾ 50 കിട്ടി. അരുന്ധവിന് മനസ്സിലായില്ല? എടാ, ഒരു സംഖ്യ അതിൻ്റെ 1/3 എന്ന് വെച്ചാൽ 1/3 എന്ന് വെച്ചാൽ 1/3 ആണ്. അപ്പോൾ 1/3 × x. 1/3 × x എന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടാനൊന്നുമില്ലല്ലോ. അപ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. x × 1 x/3. അപ്പോൾ 1/3 ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ നമ്പറിനെ x എന്നാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ x/3 ആണ്. ഓക്കെ, ഇനി 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 1/2 വെച്ചാൽ 1ൻ്റെ പകുതി എന്നാണ്. 1/2 ഓഫ് ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ അതേ നമ്പറിൻ്റെ തന്നെ 1/2. അപ്പോൾ ഒരു നമ്പറിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ നമ്പർ x ആണ്. അതിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ 1/2 × x ആണ്. അപ്പോൾ x/2. ഓക്കെ, അപ്പോൾ 1/2 ഒരു നമ്പറിൻ്റെ 1/3 1/2 തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. എന്ന് വെച്ചാൽ x/3 x/2 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 50 കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ അരുൺദേവ്? ആദർശ് മനസ്സിലായോടാ? 1/3 എന്ന് പറഞ്ഞാൽ 1/3, 1/2 എന്ന് പറഞ്ഞാൽ 1/2. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ? ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ എന്താ? x × 2 എത്ര? 2x പ്ലസ് 3 × x 3x ഡിവൈഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3 × 2 എത്ര? 6. അപ്പോൾ 2x പ്ലസ് 3x ഡിവൈഡ് ബൈ 3 × 2. ഇത് ഫ്രാക്ഷൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുക. അപ്പോൾ 2x പ്ലസ് 3x/6 = എത്ര? 50. അപ്പോൾ നമുക്കറിയാം 2x പ്ലസ് 3xൻ്റെ വില എത്ര? 5x ആണ്. 5x/6 = 50. നമുക്കറിയാം. ഇനി എക്സ് കിട്ടണമെങ്കിൽ ഈ 6ഉം 5ഉം റൈറ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. 2x പ്ലസ് 3x 5x കിട്ടിയാൽ അറിയാലോ എക്സ് ആണ്. അപ്പോൾ എക്സ് അതേ കണക്കിന് എഴുതിയിട്ട് കോഎഫിഷ്യൻ്റ് തമ്മിൽ കൂട്ടി. അപ്പോൾ അത് 5x/6 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 5x/6 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 50. ഇനി എക്സ് കിട്ടണമെങ്കിൽ കൂടുള്ള 5ഉം 6ഉം പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പുറത്തേക്ക് കളഞ്ഞാൽ മതി. ഒന്ന് ഗുണിക്കുകയാണ്, ഒന്ന് ഹരിക്കുകയാണ്. അപ്പോൾ ഹരിച്ചത് അപ്പുറം പോകുമ്പോൾ ഗുണിക്കലാവും, ഗുണിച്ചത് അപ്പുറം പോകുമ്പോൾ ഹരിക്കലാവും.
താഴെയുള്ളത് മേളിൽ പോവും, മേളിലുള്ളത് താഴെ വരും. അപ്പോൾ x = 50 × 6/5 ഇത്രയേ ഉള്ളൂ. തിരിച്ചു പോയി. മനസ്സിലായോ? ആദർശം ഓക്കെയാണോടാ? ഇനി വെട്ടിക്കളയുക. 5ഉം 10ഉം കൂടെ വെട്ടി, 5ഉം 50ഉം കൂടെ വെട്ടി, എത്ര? 10 കിട്ടി. 10 × 6 എത്ര? 60. ഓപ്ഷൻ ക്ലിയർ? ആദർശ് ക്ലിയർ ആണല്ലോ? അരുൺ ദേവ് ഓക്കെ ആണോ? സിംപ്ലിഫിക്കേഷൻ ആണ്. പിന്നെ ഫ്രാക്ഷൻ ലെഫ്റ്റ് സൈഡിൽ x/3 + x/2 സിംപ്ലിഫൈ ചെയ്യുക. അവിടെ 5x/6 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 50. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സംഗതി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മാത്രമാക്കി. 1/3 എന്ന് വെച്ചാൽ 1/3 നിന്നാണ്, 1/3 എന്നാണ്. അപ്പോൾ 1/3 എന്ന് ഉദ്ദേശിക്കുന്നത് 1/3 ആണ്. 1/3 ഓഫ് എ നമ്പർ ആണ്. അപ്പോൾ 1/3 ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ 1/3 × x ആണ്. ഒരു നമ്പറിൻ്റെ 1/3 എന്ന് വെച്ചാൽ 1/3 × x ആണ്. 1/2 എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പോൾ 1/2 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 1/2 × x ആണ്. അപ്പോൾ x/3 + x/2 കൂട്ടിയാൽ 50 കിട്ടും. ആദർശ് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിംപ്ലിഫൈ എക്സിൻ്റെ വില കിട്ടും. ഓക്കെ. ചോദ്യം, ഹൗ മെനി വെർട്ടിസസ് ഡസ് എ ഹെക്സഗൺ ആവും? ഒരു ഹെക്സഗണ് എത്ര വെർട്ടിസസ് ഉണ്ടെന്ന്? വെർട്ടിസസ് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. എത്ര വെർട്ടെക്സ്, എത്ര മൂലകൾ, എത്ര മുനകളുണ്ട് എന്ന് പറയത്തില്ലേ? അതാണ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ, വെർട്ടിസസ്. അപ്പോൾ ട്രയാങ്കിളിനാണെങ്കിൽ 3 വെർട്ടെക്സ് ആണ്, 3 വെർട്ടിസസ് ഉണ്ട്, 3 എണ്ണം. അപ്പോൾ 3 സൈഡുള്ള ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് ആണ്. 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററൽസ് എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, ഇനി എന്താണെങ്കിലും ട്രപ്പീസിയൻ, റോംബസ് എന്താണെങ്കിലും 4 സൈഡാണുള്ളതെങ്കിൽ 4 വെർട്ടെക്സ് ഉണ്ടാവും. ഹെക്സഗണിൻ്റെ കേസിൽ നമുക്കറിയാം ഹെക്സഗണിന് എത്ര സൈഡുണ്ട്? 6 സൈഡുണ്ട്. 6 സൈഡുണ്ട്. ഹെക്സഗണിന് 6 സൈഡുണ്ട്. 6 സൈഡാണെങ്കിൽ എത്ര വെർട്ടെക്സ് ഉണ്ടാവും? 6 വെർട്ടെക്സ്. ഇത്രയേ ഉള്ളൂ. 3 സൈഡാണെങ്കിൽ 3 മൂലകൾ, 3 വെർട്ടെക്സ്, വെർട്ടിസസ് പ്ലൂറലാണെങ്കിൽ. ഓക്കെ. 4 ആണെങ്കിൽ 4 വെർട്ടെക്സ്, 5 ആണെങ്കിൽ 5 വെർട്ടെക്സ്, 6 ആണെങ്കിൽ 6 വെർട്ടെക്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്ര ക്ലിയർ ആണ് പറഞ്ഞത് എല്ലാവർക്കും? അത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ. മുന, ശീർഷം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. ഓക്കെ, അതാണ് വെർട്ടെക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. അടുത്ത 4/5 ഈസ് ഈക്വൽ ടു ഹൗ മച്ച് ഇൻ പെർസെൻറ്റേജ് ഇൻ ടേംസ്? അതായത് 4/5 പെർസെൻറ്റേജിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഇതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾ. ഓക്കെ. 4/5 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. 4/5 ഈക്വൽ ടു ഡാഷ് പെർസെൻറ്റേജ്. ഇതാ ചോദ്യം. നമുക്കറിയാം പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കൊടുക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ മതി, പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കളയണമെങ്കിൽ 100 കൊണ്ട് ഹരിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ a/100 ആണ്. അതിൻ്റെ അർത്ഥം പെർസെൻറ്റേജ് കളയണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കുക. ഇനി പെർസെൻറ്റേജിൽ മാറ്റാനാണ്, പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കൊടുക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ 4/5 എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു 100 കൊണ്ട് ഗുണിക്കുക. വളരെ എളുപ്പമാണിത്. 5 100 വെട്ടി, 2 5 10 20 കിട്ടി. 20 × 4 എത്ര? 80. 100 കൊണ്ട് ഗുണിച്ചുകൊണ്ട് ശതമാനത്തിൻ്റെ ചിഹ്നം കൊടുത്തു. അപ്പോൾ എത്ര ശതമാനം? 80%. മനസ്സിലാക്കുക, ശതമാനത്തിൻ്റെ ചിഹ്നം കൊടുക്കണമെങ്കിൽ ഒരു 100 കൊണ്ട് ഗുണിച്ച് വെച്ചാൽ മതി. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ക്യാൻസൽ ചെയ്തു, 80% കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ചെയ്യാത്തവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? കുറച്ച് പേരെ കമൻറ്റ് ചെയ്യുന്നുള്ളൂ. ചെയ്യാത്തവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ശതമാനത്തിൻ്റെ ചിഹ്നം കൊടുക്കണമെങ്കിൽ ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അവിടെ ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാക്കും 4/5 പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ. അപ്പോൾ ജസ്റ്റ് ഒരു 100 കൊണ്ട് ഗുണിക്കാം. ദാറ്റ്സ് ഓൾ. ബൈ വെയ്റ്റ് 90% ഓഫ് ടൊമാറ്റോ ഈസ് വാട്ടർ. വെയ്റ്റ് നോക്കുകയാണെങ്കിൽ, തൂക്കം നോക്കുകയാണെങ്കിൽ ഒരു തക്കാളിയുടെ 90% വെള്ളമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി എടുത്താൽ അതിൻ്റെ 90% വെള്ളമാണ്. ചോദ്യം, ദ വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ 30 കിലോഗ്രാം ഓഫ് ടൊമാറ്റോ. എങ്കിൽ 30 കിലോഗ്രാം ടൊമാറ്റോ എടുത്താൽ അതിൽ എത്ര ശതമാനം വാട്ടർ ഉണ്ടെന്നാണ് ചോദ്യം. എത്ര ശതമാനം വാട്ടർ? അപ്പോൾ ടൊമാറ്റോയുടെ ടോട്ടൽ വെയ്റ്റ് എത്രയാണോ അതിൻ്റെ 90% വാട്ടറാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ ടോട്ടൽ വെയ്റ്റ് 100%. ഇപ്പോൾ പെർസെൻറ്റേജിൽ എഴുതേണ്ട കാര്യമില്ല. ടോട്ടൽ വെയ്റ്റ് 100% ആണെങ്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് 90%. ബാക്കി 10% ഉള്ളൂ അതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വാട്ടർ അല്ലാത്തുള്ള കണ്ടൻറ്റ് 10% ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം 30 കിലോഗ്രാം ടൊമാറ്റോ ഉണ്ട്. അപ്പോൾ 30ൻ്റെ 90% വാട്ടർ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 30ൻ്റെ 90% കണ്ടുപിടിച്ചാൽ മതി. ഒരു സംഖ്യയുടെ 90% കണ്ടുപിടിക്കണമെങ്കിൽ 90/100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, 0 വെട്ടി എത്ര? 3 × 9 എത്ര? 27 kg. അപ്പോൾ 27 കിലോഗ്രാം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായ എല്ലാവർക്കും? വെരി ഗുഡ്. യാമി, അച്ചു, രാഹുൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ
ടോട്ടൽ വെയ്റ്റിൻ്റെ 90% വാട്ടറാണ്. ടോട്ടൽ വെയ്റ്റ് 30 കിലോഗ്രാം തന്നു. അപ്പോൾ 30ൻ്റെ 90%. 30ൻ്റെ 90% ഡയറക്റ്റ് 30 × 90 വരുന്നു. ഇവിടെ ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, ദ ആവറേജ് ഓഫ് ദി നമ്പേഴ്സ് 3, 5, 8 and 8. 3, 5, 8, 8. ഇതിൻ്റെ ആവറേജ് എത്രയാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ എ പിയിലൊന്നും അല്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ ട്രിക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തില്ല. ഏത്? മീഡിയനും മീനും സെയിം എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ. എന്നാൽ ചിലപ്പം സെയിം ആയിട്ട് വരാം, മീഡിയനും മീനും സെയിം ആയിട്ട് ചില കേസിൽ വരാം. പക്ഷെ ഇവിടെ തുല്യം എ പിയിലല്ലെങ്കിൽ കൂടിയും സമാന്തര ശ്രേണിയിലല്ലെങ്കിൽ കൂടിയും മീനും മീഡിയനും സെയിം ആയിട്ട് വരാം. പക്ഷെ അത് ഏതൊക്കെ കേസിൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എ പിയിലാണെങ്കിൽ, സമാന്തര ശ്രേണിയിലാണെങ്കിൽ ഉറപ്പായിട്ടും മീനും മീഡിയനും സെയിം ആയിരിക്കും. ആവറേജും മീഡിയനും സെയിം ആയിരിക്കും. ഇവിടെ അങ്ങനല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കൂട്ടിയിട്ട് പകുതി എടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ സാധാരണ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രകാരം ആവറേജ് എന്ന് പറഞ്ഞാൽ തുക കണ്ടുപിടിക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുക. 8 + 5 8 16, 16 + 5 21, 21 + 3 24. കൂട്ടിയപ്പോൾ 24 കിട്ടി, 4 കൊണ്ട് ഹരിച്ചു. 24/4 എത്ര? 6. 6 ഉത്തരം. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ 1. ശ്രദ്ധിക്കുക, എല്ലായിടത്തും കയറി മീഡിയനാണ് മീനെന്ന് വെക്കരുത്. എല്ലായിടത്തും കയറി മീനും മീഡിയനും ആവറേജും മീഡിയനും സെയിം ആകുന്നത് സമാന്തര ശ്രേണിയിലാണ് എല്ലായ്പ്പോഴും. ഓക്കെ, എല്ലായ്പ്പോഴും സെയിം ആകുന്നത്, മീനും മീഡിയനും സെയിം ആകുന്നത് സമാന്തര ശ്രേണി ആകുമ്പോഴാണ്. ഓക്കെ, ചോദ്യം, ദ ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 7 ഈവൻ നാച്ചുറൽ നമ്പർ. ആദ്യത്തെ 7 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? എടാ, ആദ്യത്തെ 7 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഞാൻ പല രീതിയിൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. 2, 4, 6, 8, 10, 12, 14. ഇതാണ് ആദ്യത്തെ 7 നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇത് സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മധ്യത്തുള്ള പദം തന്നെ ആയിരിക്കും മീനും. അപ്പോൾ മധ്യത്തുള്ള പദം എന്ന് പറഞ്ഞാൽ 7 സംഖ്യയാണ്, അതിൻ്റെ മധ്യത്ത് വരുന്ന സംഖ്യ 4ാമത്തെ സംഖ്യ. അപ്പോൾ മധ്യത്തെ സംഖ്യ വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ട് 3 സംഖ്യ, ഇടത്തോട്ട് 3 സംഖ്യ. അപ്പോൾ മധ്യത്തെ ഏതാ? 8. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 8ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ 8ആണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല ഇത്രയാണ്, n × n+1 എന്നാണ്. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ്, തുക കാണാൻ n × n+1 ആണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ആവറേജ്. അപ്പോൾ ആവറേജ് കിട്ടണമെങ്കിൽ, ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ ആ എണ്ണമായ എണ്ണം കളഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ എന്താ? n+1 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 7 ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 7 + 1 8 ആയിരിക്കും. അത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും മനസ്സിലാക്കുകയാണെങ്കിൽ. ഇത് കണക്കിന് ഓഡ് നമ്പേഴ്സിൻ്റെ നമുക്കറിയാം സം ഓഫ്, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല n² ആണ്. n² എന്ന് വെച്ചാൽ n × n ആണ്. അപ്പോൾ ആവറേജ് കാണണമെങ്കിൽ, ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് കാണണമെങ്കിൽ n² ഒരു n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ n/n ക്യാൻസലായിപ്പോയി. ഇപ്പോൾ എന്ത് കിട്ടും? n കിട്ടും. അപ്പോൾ ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് വെച്ച് കഴിഞ്ഞാൽ 7 ആണ്. ആദ്യത്തെ 30 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് വെച്ച് കഴിഞ്ഞാൽ 30 ആണ്. ആദ്യത്തെ 50 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് വെച്ചാൽ 50 ആണ്. അവിടെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എടുക്കേണ്ട കാര്യമില്ല. ഇനി ആദ്യത്തെ 50 ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് ആണെങ്കിൽ 50 + 1 51 ആണ്. പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫോർമുല പഠിച്ച എളുപ്പമുണ്ടാവും. കുറച്ചെണ്ണ ഉള്ളെങ്കിൽ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കുറേ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ. ഇനി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിൽ n × n+1/2 പഠിപ്പിച്ചിട്ടുണ്ടാവും. n × n+1/2 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ n × n+1 ആണ്. /2 എടുത്താൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കിട്ടും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇതെല്ലാം കൂടെ ചേർന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടണമെങ്കിൽ, ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ എണ്ണം കളഞ്ഞാൽ, എന്ന് വെച്ചാൽ n+1/2 ആണ്. അപ്പോൾ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് വെച്ച് കഴിഞ്ഞാൽ 5 + 1/2 എന്ന് വെച്ചാൽ 3 ആയിരിക്കും. അങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നത്. പഠിച്ചു വെച്ചാൽ ഗുണപ്പെടും, പറഞ്ഞതെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം, ദ വാല്യൂ ഓഫ് 2² + 3² + 4². ഫോർമുല ആയിട്ട് പഠിക്കേണ്ട, ഫോർമുലയുണ്ട്, ഇതിനൊക്കെ ഫോർമുലകളുണ്ട്. അപ്പോൾ ഫോർമുല പഠിച്ച് ചെയ്യേണ്ട കാര്യമില്ല, കുറേ ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈവൻ നമ്പേഴ്സിൻ്റെ ഓഡ് നമ്പേഴ്സിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിക്കുക, അതിൻ്റെ ആവറേജ് പഠിക്കുക. ഓക്കെ, ഇവിടെ സ്ക്വയറുകളുടെ സമ്മാണ്. ഈവൻ നമ്പേഴ്സ് അല്ല,
ഒന്നൊഴികെയുള്ള 2 തൊട്ട് 4 വരെയുള്ള ഫോർമുലയായിട്ട് പഠിക്കാൻ പറ്റും, പക്ഷേ ഫോർമുല വേണ്ട. വളരെ എളുപ്പമാണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16. ഇത് കൂട്ടുക. 16 + 4 20, 20 + 9 എത്ര? 29. ഒന്നും ചെയ്യാനില്ല, ഫോർമുല ഉണ്ട്, ആവശ്യമില്ല. കാരണം 2 സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 4. പക്ഷേ ഈ ഫോർമുല പഠിക്കണം. ഈ ഫോർമുല പഠിച്ചു വെക്കുന്ന നല്ലതാണ്, സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഈ 3 ഫോർമുലകൾ. ആവറേജിൻ്റെയും സമ്മിൻ്റെയും. സമ്മ് പഠിച്ചാൽ ആവറേജ് കിട്ടും, സമ്മിൻ്റെ n കളഞ്ഞാൽ ആവറേജ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ദ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് 11/1000. 11നെ 1000 കൊണ്ട് ഹരിച്ചാൽ തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ ഏതാണ്? വളരെ എളുപ്പമാണ്. ഓക്കെ, വർക്കൗട്ട് ചെയ്ത് നോക്കുക.